പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും സാക്ഷ്യം പറഞ്ഞവരെ പറഞ്ഞ കാര്യം ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യൻ വല്ലാതെ ഈ ഉടമ്പടി ജീവിച്ച് അതിൽ ദൈവാനുഗ്രഹവും ദൈവാനുഭവവും പ്രാപിച്ച് ഇപ്പോൾ ഉടമ്പടിയിലെ വരുന്ന സാക്ഷ്യങ്ങൾ കേൾക്കാൻ മനസ്സിലാവേണ്ട രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ദൈവ അനുഗ്രഹം, അതേസമയം തന്നെ ദൈവ അനുഭവം. ഈ ദൈവ അനുഭവം പ്രാപിക്കുന്നവരാണ് പറയണത് ഞങ്ങൾ ഈ ജീവിത രീതി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും. കാര്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവർ ദൈവ മേഖലയിലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാന്തം പോലെ വല്ലാതെ ഇങ്ങനെ യേശു തൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മളെ ഇങ്ങനെ പിടിച്ച് അടുപ്പിക്കണവർ തോന്നും. എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിവൈഡ് ഓഫ് യുവർ ആസ്പയറിങ് ഫോർ ബ്ലെസ്സിങ്സ്, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ അഭിവാഞ്ചകൾക്കപ്പുറത്ത് കർത്താവുമായൊരു ആത്മബന്ധത്തിന് വേണ്ടിയാണ് ഒരു മുൻഗണന കൊടുക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അങ്ങുമായി ഒരു ആത്മബന്ധം എനിക്ക് വരദാനമായി നൽകണമേ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ബ്ലെസ്സിങ്സ്, ജോലി അല്ലെങ്കിൽ വീട്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. അതാണ് വിഷയം. നമ്മൾ ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. ഇത് തന്നെയല്ല, അവൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് നൽകിയവൻ അവനോടുകൂടി സമസ്തവും. അപ്പം നൽകിയവൻ പുത്രനല്ലാതെ വേറെയും കാര്യങ്ങളുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. റോമാലേഖനം 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ ഈ സമസ്തവും എന്ന് പറയുമ്പോൾ ഈശോനെ നമ്മൾ ചോദിക്കുമ്പോൾ ഈശോൻ്റെ കൂടെ എന്തെല്ലാം ദൈവത്തിന് നമുക്ക് തരാനുണ്ടോ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈശോനെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് തരാൻ ദൈവത്തിന് സാധിക്കുമോ, നമ്മുടെ സാഹചര്യത്തിന് പറ്റുന്ന രീതിയിൽ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം. അതുകൊണ്ടാണ് നമ്മളൊരിക്കലും ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഒരു ഇൻറ്റേറിയൻ ഇടക്കാല ആത്മീയത അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യരുത്. അത് ഹെൽത്തി അല്ല. ഇടക്കാല ആത്മീയതയൊന്നുമല്ലേ. ഇടക്കാല ആത്മീയത എന്ന് പറയണത് തവളയെ വിഴുങ്ങിയ പാമ്പിനെ പോലെ ഇരിക്കും. എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കാലത്തേക്ക് നമ്മളിങ്ങനെ ആധ്യാത്മികത മുഴച്ചിരിക്കും, പിന്നെയും പഴയതുപോലെ ഇരിക്കും. അങ്ങനെ വരരുത്. ദൈവത്തിന് തോന്നണം. ആദ്യമേ ഞാൻ നിങ്ങളെപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യണ ആരുമായിട്ടാണ്? ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണം, അല്ലേ? ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണം. ഇതിൻ്റെ പ്രയോക്താവ് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അത് ഏത് പരിശുദ്ധ അമ്മ? കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ. അതാണ് വിഷയം,
എന്താ കാര്യം? ആ പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത് അന്ന്? ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം. അത് വല്ലാത്ത അർത്ഥങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ആത്മീയ ദുരന്തമാകാം, ഭൗതിക ദുരന്തങ്ങളാകാം, കുടുംബ ദുരന്തങ്ങളാകാം, ഈ ട്രാജഡി എന്തെല്ലാം തരത്തിൽ വരാം. ഇപ്പം തന്നെ ഈ ഇറ്റാലിയൻ ഭാഷയൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഇറ്റാലിയൻ ഭാഷ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണ്. കാരണം നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരന്തമുണ്ട്. അതാണിപ്പോൾ മാതാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ തിരുസഭ പറഞ്ഞു, മീഡിയാട്രിക്സ് എന്നുള്ള സംഭവം ഇനി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. മീഡിയാട്രിക്സ് എൻ്റെ മനസ്സിലിരിക്കണ എപ്പോഴും ഒരു സഭ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ്. എത്രയും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും നമ്മൾ ശക്തരായിരുന്നേനാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില അണ്ണന്മാരെങ്കിലും ഈ രക്ഷ ലോകത്ത് സാധിച്ചത് ഈശോ മാത്രമാണെന്നാണ് നാം തിരുസഭയുടെ അടിസ്ഥാന ബോധ്യവും ആദിമസഭയുടെ വിശ്വാസവും നമ്മളുടെ വിശ്വാസവും സഭയുടെ വിശ്വാസവും. ക്രിസ്തു സഭകളെല്ലാം അങ്ങനെയാണ്. അതാണ് അടിസ്ഥാനക്കല്ല്. അപ്പം ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒരു 10-80 ഞാൻ ഓർക്കുന്നുണ്ട്, 86-84 കാലഘട്ടങ്ങളിൽ മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. അവർ പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത്, അവർ എല്ലാ വൈദികരെ കൊണ്ട് ഒപ്പിടിച്ച് വത്തിക്കാനിലേക്ക് കൊടുക്കാൻ മെമ്മോറാണ്ടം. ആ ചരിത്രം അറിയുമ്പോൾ മാത്രമേ ഇപ്പോഴത്തെ വിഷയം എന്നൊക്കെ എല്ലാ വൈദികരൊക്കെ ഉണ്ട്. ഞാനൊക്കെ പണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ്. അത് നിരുപദ്രവകരമായ ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒപ്പിട്ടാണ്. പക്ഷേ അന്ന് എനിക്ക് അത്രയും തിയോളജിയെക്കുറിച്ച് ബോധ്യമില്ല. 84 അച്ഛനാണോ പറ്റാണ് ഇത് പരിപാടി തുടങ്ങിയതെന്നാണ്. അക്കാലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തതാണ്. എന്താണ് മാതാവിന് പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ട്, അവർ പറയുന്നതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയല്ലല്ലോ. ആരാ ക്രൂശിക്കപ്പെട്ടത്? അതാണ്. അതായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ശരീരത്തിലെ പീഡകൾ അനുഭവിച്ച് ബലിദാനമായത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇരുന്ന് പറയും, ഇപ്പം ടി വിയിലൊക്കെ നമുക്ക് കേൾക്കാമല്ലേ, ഒത്തിരി പേര് അക്കാലങ്ങളിൽ ക്രൂശിക്കപ്പെട്ടെന്ന് പറയാം. ഒത്തിരി പേര് റോമാക്കാരുടെ ഒരു പ്രത്യേകമായ ഒരു ശിക്ഷാരീതിയാണ് കുരിശുമരണം. ക്രിസ്തു മാത്രമല്ല ക്രൂശിക്കപ്പെട്ടതെന്ന് ചില ആൾക്കാർ. അതെന്താ ലോകവിവരക്കേടാ, എന്താ പറയുക, അത് ചരിത്രപരമായിട്ട് ശരിയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ്? ക്രിസ്തുവിൻ്റെ പ്രത്യേകത, ക്രിസ്തു എങ്ങനെയാണ് മധ്യസ്ഥനാകണത്? ക്രിസ്തു ഒരേ സമയം ഇപ്പം മനുഷ്യൻ ചെയ്ത പാപത്തിന് ആരോടാ ചെയ്തിരിക്കുന്നത്? എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ദൈവത്തോടാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരിക്കുന്നതാണ് പാപമെന്ന് പറയണത്. അത് ഫിഗറേറ്റീവായിട്ടാണ്, സിംബോളിക്കലായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ദൈവികമായ വചനങ്ങളോട് അനുസരണക്കേട് കാണും. ദൈവവചനത്തോട് കാട്ടുന്ന അനുസരണക്കേടാണ് പാപമെന്ന് പറയുന്നത്. അതിന് ദൈവകൽപ്പനയുടെ ലംഘനമെന്ന് യോഹന്നാൻ പറയും. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. പാപം നിയമലംഘനമാണ്. ശ്രുതികളുടെ ഹല്ലേലൂയ. എൻ്റെ പേര് ജെയിംസ്. ഞാനിവിടെ നിൽക്കുന്നത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹത്തിലാണ്. എൻ്റെ പേര് ജെയിംസ്. ഞാൻ ചെമ്പുമുക്ക് കെനഡി മുക്കിൽ താമസിക്കുന്നു. സെയിൻറ്റ് മൈക്കിൾ ചർച്ചിൻ്റെ പാരിഷ് മെമ്പറാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 26/23 അത് വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടിലും കടങ്ങളിലും അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു വ്യാകുലത്തിലിരിക്കുന്ന ഒരു 6-7 വർഷങ്ങൾ കടങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ജോലി അന്വേഷിച്ച് ജോലി കിട്ടുന്നില്ല.
ബിസിനസ് ഞാനൊരു കൺസൾട്ടൻസി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു സക്സസ് നടക്കുന്നില്ല. ആൾക്കാരായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് തിരിച്ച് കടം കൊടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഭാര്യ അരുൾമേരി, ഇത് രണ്ടാമത്തെ മകൾ ഷേർലി ജെയിംസ്, ഇവർക്കുണ്ടായ അനുഗ്രഹങ്ങളും കൂടിയും അറിയാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പല പള്ളികളിലേക്കും പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പല പള്ളികളിൽ നിന്നും എനിക്ക് ഇല്ലെങ്കിൽ വഴിയിൽ നിന്നും ആൾക്കാരുടെ അടുത്ത് നിന്ന് മാതാവിൻ്റെ പത്രം കിട്ടുമായിരുന്നു. വൈഫിന് മലയാളം വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വൈഫ് എപ്പോഴും പത്രം കിട്ടുമ്പോൾ എനിക്ക് തരും. ഞാനത് മടക്കി ഓൾട്ടറിൽ വയ്ക്കും. ഓക്കെ, അല്ലാതെ ഞാൻ തുറന്ന് വായിക്കാനോ അങ്ങനെ ഒരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, എല്ലാ വിധത്തിലും ഭയങ്കര ഒരു പ്രശ്നങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് അത് എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകേണ്ടതെന്ന് പോലും വളരെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ 19-ാം തീയതി ഒക്കെ എത്തുന്നത്. ഇവിടെ വരുന്നതിന് ഒരു ദിവസത്തിന് മുമ്പ് പുള്ളി പറഞ്ഞു, ഒരു സ്ഥലം വരെ പോവാം, ജെയിംസ് ഏട്ടൻ വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ കാറിൽ കയറിയ ഉടനെ പുള്ളി ഈ പത്രം എടുത്തു തന്നു. ജെയിംസ് ഏട്ടൻ എങ്ങനെ പോകുന്ന ജീവിതം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കറിയാലോ ഇങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ ഈ പള്ളിയിലേക്ക് പോകൂ, ഉടമ്പടി എടുക്കും, ജെയിംസിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാവും. ഞാനത് ചിരിച്ച് തള്ളി. എന്നാലും ഞാൻ ആ പത്രം അവിടെ ഇരുന്ന് വായിച്ചു, ഒരു അരമണിക്കൂർ വായിച്ചു. ഞങ്ങൾ ആ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. പുള്ളി എനിക്ക് ഒരു 1000 രൂപ തന്ന് സഹായിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ പത്രം വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്ന്. പിറ്റേ ദിവസം കാലത്ത് തന്നെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാലത്ത് തന്നെ ഞാനിവിടെ ബസ്സിന് വേണ്ടി കാത്തുനിന്നു. എനിക്ക് വണ്ടിയൊന്നുമില്ല, ബസ്സിന് വേണ്ടി കാത്തുനിന്നു. ബസ് കിട്ടിയതിന് ശേഷം ഞാനിവിടെ എത്തി. ഞാനിവിടെ പോയി ഒരു യാന്ത്രികമായി പോയി ഉടമ്പടി എടുത്തു. പലരോടും ചോദിച്ചു, പലരും എന്നെ സഹായിച്ചു എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ സ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നതെന്ന്. ഒരു 1.5 മണിക്കൂർ നിന്ന് കരഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോകണ്ട, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അവസാനം ഞാൻ ഈവനിങ് ആയപ്പോൾ ഞാൻ പതിയെ നടന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ശരീരം മുഴുവൻ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേറെ ആരുമില്ല, അമ്മ ഈശോ തമ്പുരാനോട് മധ്യസ്ഥയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സക്സസ്സും വരുന്നില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര ഓരോ കാര്യത്തിനും വിഷമങ്ങളും ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം. പൊതുവെ എൻ്റെ ശരീരം എല്ലാ ദിവസവും ഇക്കാലത്ത് എണീക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് പടിയിറങ്ങിയ ശേഷം നമ്മളുടെ വിരൽ പൊട്ടുന്ന ആ സൗണ്ട് കേൾക്കുന്ന മാതിരി ശരീരമാകെ ഒരു കുളിര് ചൊരിയുന്നു. പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പറന്നു പോകുന്ന മാതിരി ഒരു ഫീലിംഗ്. പിന്നെ എനിക്ക് ആ എന്ന് പറയുന്ന ആ പെയിൻ ഇതുവരെയ്ക്കും വന്നിട്ടില്ല. 6 വർഷമായിട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പെയിനത്. എല്ലാ ജോയിൻറ്റ് പെയിനുകളും ഉണ്ടായിരുന്നിട്ട് ഞാനത് സഹിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തുറന്ന്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ആ പെയിൻ ഇല്ലാതെയായി. ഞാൻ വീട്ടിലെത്തിയ ഉടനെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാത്രിയിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ പോയി പ്രാർത്ഥിച്ച് പത്രങ്ങളൊക്കെ കൊടുത്തു. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ പുള്ളി തന്ന 1000 രൂപയിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് സന്തോഷമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിൻ്റെ നടുവിൽ എനിക്ക് 2 SMS വരുന്നു. ഒരു SMS-ഉം ഒരു വാട്സപ്പും വരുന്നു. നിങ്ങളുടെ പ്രൊജക്റ്റ് സക്സസ്സായി, നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളെന്താ ഈ ഫുൾ പേയ്മെൻറ്റ് ബില്ല് ചെയ്തോളാൻ പറയുന്നത്,
നമുക്ക് ട്രാൻസിയായിട്ട് കിട്ടുന്നതാണല്ലോ, പാർട്ട് ബൈ പാർട്ട്. ഇല്ലല്ല, അതെന്തോ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുത്തു, നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ബില്ല് ചെയ്തോളൂ എന്ന്. അത് അവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാനൊരു 500 രൂപയുടെ നോട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. അന്ന് ആ പേയ്മെൻറ്റിൻ്റെ കാര്യം പിന്നെ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പേയ്മെൻറ്റ് വരും ചെയ്തു എനിക്ക്. അങ്ങനെ മാതാവ് എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു, ഹെൽത്ത് വൈസ് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് തൊണ്ടയിൽ ഒരു മുഴമാരി വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വൈഫ് പറഞ്ഞു വേണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ച് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ പുരട്ടി ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് 3-ാം ദിവസം ആ മുഴ എവിടെ പോയെന്ന് അറിയില്ല. തൈറോയിഡിൻ്റെ മുഴയായിരുന്നു. അതെവിടെ ഇതുവരെയ്ക്കും അവർക്ക് ആ പ്രശ്നം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എൻ്റെ മോള് 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിൽ. അവൾ പറഞ്ഞു പപ്പ അത് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്, എനിക്കിത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അവൾ ജോലിയും ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു മോളെ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ താഴെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ കോളേജുണ്ട്, നീ മേലെ പോയി ധൈര്യമായിട്ട് എഴുത്, നീ പാസ്സാവും, നിനക്ക് വലിയ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യം നീ പാസ്സാവും. അങ്ങനെ അവൾ പോയി എക്സാം ചെയ്തു. എക്സാം ചെയ്തിട്ട് അവൾ താഴെ വന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, പപ്പ ഞാൻ എക്സാം എഴുതുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് മാതാവായിരിക്കും മോളെ, ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായിരുന്നില്ലേ. അവൾക്കറിയില്ല ഈ മുല്ലപ്പൂവിൻ്റെ കാര്യം, ഒന്നും അറിയില്ല. അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ. ഞാൻ പറഞ്ഞു ഈ എക്സാമിൽ നീ പാസ്സാവും. അങ്ങനെ അവൾ വലിയ മാർക്കില്ല, പക്ഷേ അവൾ പാസ്സായി. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു US കമ്പനിയിൽ 1 വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഗുഡ്ഗാവിൽ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പത്രങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വഴിയോരത്തിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ക്രൈസ്തവരായാലോ അക്രൈസ്തവരായാലോ ഞാൻ നോക്കാറില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ കുടുംബങ്ങൾക്ക് മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള പല മുടക്കങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മോട് ക്ഷമ ചോദിക്കുന്നു ഇവിടെ വെച്ചിട്ട്. ഞാൻ ഉടമ്പടിയിൽ ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഭാര്യയായിട്ട് പോയി എന്താ പറയുക കുർബാന കാണാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഇപ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പട്ടിണി കിടന്ന് ഓരോ ദിവസം ഞങ്ങൾ ഈ ചോറിൽ ഉപ്പും അച്ചാറും മിക്സ് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഉടമ്പടി എടുത്തതിന് ശേഷം എന്ന് എനിക്ക് ഏത് ഇൻകം കിട്ടിയാലും അതിൻ്റെ 0.5 കർത്താവിലേക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ആ കാശ് തൊടുള്ളൂ. അത് ഇതുവരെയ്ക്കും ഞാൻ പാലിച്ചിട്ടുണ്ട്. വൃതമന്ദിരത്തിൽ പോയി ഞാൻ അവർക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. എൻ്റെ ഞാൻ ഒരു പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന സമയത്ത് കാശ് കിട്ടുന്നില്ല, പക്ഷെ കാശ് കിട്ടിയ ഉടനെ അത് കൊണ്ടുപോയി അത് ഞങ്ങളൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവകുമാരനും അമ്മ മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തോടും ഇത്രയും കാരുണ്യം കാണിച്ച അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. ആദ്യമായി തന്നെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും കോടാനും കോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് പ്രിയങ്ക, ഇതെൻ്റെ ഹസ്ബൻഡ് സിബി മാത്യു. ഞങ്ങൾ പാലാ രൂപതയിലെ ശാന്തിപുര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ, അതായത് 2007 മുതൽ എനിക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിലൂടെയും മാറി നടന്നു ഓരോ ടെസ്റ്റുകൾ ചെയ്തപ്പോഴെല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഫിറ്റ്സ് വരുന്നു, കഴിക്കാതെ ഇരുന്നാലും ഫിറ്റ്സ് വരുന്നു. അങ്ങനെ 2023 ഡിസംബർ 19 വരെ ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു. ഞാൻ 2024 ഒക്ടോബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഇതുവരെ എനിക്ക് ഫിറ്റ്സ് വന്നിട്ടില്ല. ഞാൻ ഒരു മരുന്നും യൂസ് ചെയ്യുന്നില്ല. നൈറ്റ് ഡ്യൂട്ടി ചെയ്താലോ ഒന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആകമൊത്തം ഉപയോഗിക്കുന്നത് കൃപാസനത്തിലെ തൈലവും
തേനും ഉപ്പും മാത്രമാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ മരുന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാനിപ്പോൾ ഇസ്രായേലിന് പോകാനുള്ള ക്ലാസ് 2025 നവംബറിൽ കൂടി. ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ആരംഭിച്ചു. പേപ്പർ വർക്ക് ആരംഭിച്ചപ്പോഴാണ് എൻ്റെ മമ്മിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു മിസ്റ്റേക്ക്. എൻ്റെ മമ്മിയുടെ ചാച്ചൻ്റെ പേര് ചോദിച്ചെടുത്ത് എൻ്റെ പപ്പയുടെ പേരാണ് എഴുതിയാക്കുന്നത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അക്ഷയ സെൻറ്ററിൽ ചെന്നു. അവരെന്നോട് ID കാർഡ്, ആധാർ കാർഡ് പ്രൂഫ് ചോദിക്കുവാൻ. ആധാർ കാർഡ് എൻ്റെ മമ്മി മരിച്ചതിന് ശേഷമാണ് നിലവിൽ വന്നത്. ID പ്രൂഫ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി, അതുമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇതിങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. കാരണം ഇങ്ങനെ എനിക്കിത് പേപ്പർ വർക്ക് ചെയ്യാനും പറ്റത്തില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ മമ്മി മരിച്ച ആ പഞ്ചായത്തിൽ ചെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചത് കണ്ടും വേറൊരു പഞ്ചായത്താണ്, ആരെയും ഞങ്ങൾക്ക് പരിചയമില്ല, എന്ത് ചെന്ന് ചോദിക്കണമെന്നറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴും പ്രൂഫ് ചോദിക്കുമോ എന്ത് ചെയ്യുമോ ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാതെ ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളെ കെട്ടിച്ചാക്കുന്ന അതേ പഞ്ചായത്തിലാണ്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നീ നാളെ വാ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോവുകയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഞാനിങ്ങനെ കൂടിയിട്ടിരുന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വരെ ഒരിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഉപ്പിട്ട് ഓരോരോ അനുഗ്രഹങ്ങൾ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പഞ്ചായത്തിലേക്ക് പോയി. ബസ്സിലിരുന്ന് ഫുൾ ടൈം കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലർക്ക് ഞങ്ങളെ വിളിച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ കയറി ചെന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഇതിനു മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, സാർ 10 വർഷം മുമ്പ് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ടോക്കിൻ്റെ ഇടയ്ക്ക് ചേച്ചി എൻ്റെ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ആ സാർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഈ പ്രൂഫ് ഒന്നും ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് നോട്ട്സ് കൊടുത്തേക്കാം, നിങ്ങൾ അക്ഷയയിൽ പോയി ആപ്ലിക്കേഷൻ വെക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അക്ഷയയിൽ ആപ്ലിക്കേഷൻ വെച്ചു. ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ അവിടുത്തെ മേഡം ഞങ്ങളോട് ചോദിച്ചു, പ്രൂഫ് എന്തെങ്കിലും ചോദിച്ചു. പ്രൂഫില്ല, സാറാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നിട്ട് ഇതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു ചെന്ന് സാറിൻ്റെ അത് കൊടുക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ സാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ അയച്ച ആപ്ലിക്കേഷൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. കറക്റ്റ് 2ാമത്തെ ദിവസം എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എടുത്ത് പേപ്പർ വർക്കെല്ലാം പൂർത്തീകരിച്ചു. ജനുവരി 6-ന് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ജനുവരി 20-ന് ഫസ്റ്റ് എനിക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു കോൾ വന്നു. ഏജൻസിയിൽ നിന്ന് ഒരു ലേഡിയാണ് എന്നെ വിളിച്ചത്. അവരെന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്ന പോലെയൊക്കെ ഞാനങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ ബൈ ഒക്കെ പറഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞ് 22-ാം തീയതി വീണ്ടും എനിക്ക് ആ ലേഡി ഒരു കോൾ വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻറ്റിൻ്റെ മകൻ എന്നെ വിളിച്ച് സംസാരിച്ചു. നല്ല രീതിയിൽ തന്നെ വെച്ചു. എനിക്ക് അവർ ചോദിച്ചെല്ലാം മനസ്സിലായി, ഞാൻ ആൻസറും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരറിവും ഇല്ല. സാധാരണ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടുന്ന് ഒരു മെയിൽ വരും, പേപ്പർ വരും. എനിക്ക് മാത്രമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയെ വിളിച്ചിട്ട് ജനുവരി 30-ന് ചോദിച്ചു, എന്തായി എൻ്റെ കാര്യം? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് തന്നെ ഇരുന്നു. വീണ്ടും ഫെബ്രുവരി 3-ന് ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയിട്ട് ഞാനിങ്ങനെ മാതാവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ ഫെബ്രുവരി 15-ാം തീയതിക്ക് മുമ്പ് എനിക്കൊരു പോസിറ്റീവായുള്ളൊരു കാര്യം കേൾക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു.
ഞാനങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 5:45 ഇത് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ ഏജൻസി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ പേപ്പറുകളെല്ലാം റെഡിയായി, നിനക്ക് വിസ വന്നിട്ടുണ്ട്, നീ തിരിച്ച് ബോംബെക്ക് ഇൻ്റർവ്യൂവിന് കയറി പോകണമെന്ന് പറഞ്ഞ് അവർ വിളിച്ചു. അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് കയറി പോവുകയാണ്. ഇത്രയും എല്ലാ അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ ഭൗതികമായ ആത്മീയമായ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. വെറും ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സാഹചര്യം, കുർബാന കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ പോയി കുർബാന കൂടും. സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. സന്ധ്യാപ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചെല്ലും. ബൈബിള് വായിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊന്ത ചെല്ലാനും എല്ലാം ദൈവം ഇപ്പം ഞാൻ എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടെ നിന്നുള്ള പത്രങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഒട്ടുമുക്കാലും തന്നെ കേൾക്കും. അതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ ഒരവസരം എവിടെയെങ്കിലും കിട്ടിയാൽ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ച് എല്ലാവരോടും അത് പറഞ്ഞിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ പാവപ്പെട്ടവരെയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ പേപ്പറുകൾ വാങ്ങിക്കൊടുത്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്, കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി.